നിങ്ങൾക്കെല്ലാം അറിയാം, KPCCയുടെ 2 ദിവസത്തെ നേതൃത്വ ക്യാമ്പ് നാളെ രാവിലെ വയനാട്ടിലെ ബത്തേരിയിൽ ആരംഭിക്കുകയാണ്. KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, പോഷക സംഘടനാ സംസ്ഥാന നേതാക്കന്മാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, MPമാർ, MLAമാർ ഇവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശകരമായ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ക്യാമ്പ് ഗൗരവത്തിൽ ചർച്ച ചെയ്യും. സംഘടനാപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബത്തേരിയിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ക്യാമ്പ്. വീണ്ടും കോൺഗ്രസ് നേതൃത്വം ബത്തേരിയിൽ സമ്മേളിക്കുകയാണ്. വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആളെ CPM പണം നൽകി സ്വാധീനിച്ചാണ് അവർക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ അംഗം പിന്നീട് രാജിവെച്ചു. ആ അംഗത്തിൻ്റെ തന്നെ ഫോൺ സന്ദേശം കോൺഗ്രസ് നേതാവ് മുസ്തഫയുമായിട്ട് ഈ രാജിവെച്ച അംഗം നേരത്തെ നടത്തിയ ഫോൺ സന്ദേശത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം രൂപയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഓഫറുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിലൊന്ന് സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം വോട്ട് മാറ്റി ചെയ്യിച്ചതാണ്. CPM കുതിര കച്ചവടത്തിനാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും കുതിര കച്ചവടത്തിലൂടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മറച്ചു പിടിക്കാനാണ് പരിശ്രമിക്കുന്നത്. മറ്റത്തൂരിലും സംഭവിച്ചത് മറ്റൊന്നല്ല. UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചയാളെയാണ്, UDF പ്രസിഡന്റാക്കാൻ നിശ്ചയിച്ച വ്യക്തിയാണ്. നറുക്കെടുപ്പ് വരുന്ന സ്ഥലത്ത് അവിടെയും CPM ചാക്കിട്ട് പിടിച്ച് കാലുമാറ്റത്തിന് പ്രോത്സാഹനം നൽകി അവരുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ ശ്രമിച്ചത്. ഈ 2 സംഭവങ്ങളും തെളിയിക്കുന്നത് അവരുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളാണ്. വടക്കാഞ്ചേരിയിലെ സംഭവത്തിൽ കോൺഗ്രസ് KPCCയുടെ ജനറൽ സെക്രട്ടറി തന്നെ പോലീസിന്, വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ ഉചിതമായ അന്വേഷണം നടക്കണം. ഈ സംഭവത്തിൻ്റെ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരണം. പ്രതികളെ അറസ്റ്റ് ചെയ്യണം. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഈ ഗുരുതരമായിട്ടുള്ള ഈ കൂറുമാറ്റത്തിന് പ്രേരണ നൽകിയ, കുതിരക്കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ച CPM നേതാക്കൾക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ യഥാർത്ഥ പ്രതികളായിട്ട് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് പലവട്ടം ജാമ്യാപേക്ഷ നിരസിച്ച കേസിലെ പ്രതികളെ CPM ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഒരു ചെറിയ ശിക്ഷാ നടപടി പോലും സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുകയാണ്. അവർക്കെതിരെ കമായ എന്നൊരക്ഷരം CPM നേതാക്കന്മാർ പറയുന്നില്ല. അവർക്ക് ഒരു അച്ചടക്ക നടപടിയുടെ ഒരു വിശദീകരണ നോട്ടീസ് പോലും അവർക്ക് നൽകാൻ CPM നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരെ സംരക്ഷിക്കുകയാണ്. എന്നാൽ ശബരിമല കേസിലെ പ്രതി കണ്ടതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ ഇപ്പോൾ CPMഉം BJPയും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കവർന്നെടുത്തവരെ രക്ഷിക്കാനും മറ്റുള്ളവരെ, നിരപരാധികളെ ശിക്ഷിക്കാനുമാണ് ഭരണ സംവിധാനത്തെ പോലും ദുരുപയോഗപ്പെടുത്താൻ CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ശബരിമല വിഷയത്തിൽ പറയുന്ന ആക്ഷേപങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. അതിനെ ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തന്നെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവിടെ AICCയുടെ
ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ റോജി ജോൺ MLA തൃശ്ശൂരിലെ സംഘടനാ കാര്യങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ CPM-ൻ്റെ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ BJP ചേർന്നു പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ BJP ചേരില്ലെന്നാണ് പറഞ്ഞത്. അവരാരും BJP ചേർന്നിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. ഞങ്ങളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP-യുടെ പിന്തുണയോടെ ജയിച്ച 2 സ്ഥാനങ്ങളും രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവിടുത്തെ നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. AICC എറണാകുളംകാരനായ AICC സെക്രട്ടറിയും തൃശ്ശൂർ DCC-യും KPCC നേതാക്കന്മാരും ആ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. രണ്ടുപേരും രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യം. വൈസ് പ്രസിഡന്റിന് അങ്ങനെ ഒരു വിപ്പ് കൊടുക്കാൻ വൈസ് പ്രസിഡന്റ് സ്വതന്ത്രയായിട്ട് ജയിച്ചതാണ്. ടെസ്സി സ്വതന്ത്രയായിട്ട് ജയിച്ചതാണ്. കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ജയിച്ച ആളുകളെ മുകളിലാണ് ഞങ്ങൾക്ക് പൂർണ്ണ കൺട്രോൾ. അവരോട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറയും. മറ്റവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. അത് അവിടുത്തെ നേതാക്കന്മാരാണ് ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ്സിലെ ഒരു തീരുമാനം വരുമ്പോൾ എല്ലാവരും യോജിക്കും. ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ 2 അഭിപ്രായം, എനിക്ക് മാർട്ടിൻ ജോർജിനും തമ്മിൽ 2 അഭിപ്രായം ഉണ്ടാവും. തീരുമാനം വരുമ്പോൾ ഞാനും മാർട്ടിൻ ജോർജും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടി തീരുമാനം. അത്രയും ഞാൻ വിശദമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അവിടെ റോജി ജോൺ MLA ആണത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലില്ല, അവിടെ മാധ്യമങ്ങളുടെ തെറ്റായ വാർത്ത അത് മനസ്സിലാക്കുന്നതിൽ ഒരു ദിവസത്തെ കാലതാമസം ജനങ്ങൾക്ക് വന്നു. കാരണം വലിയ വാർത്ത എല്ലാവരും BJP പോയി എന്നാണ് വാർത്ത വന്നത്. അവരത് ഇല്ല എന്ന് വെട്ടി തുറന്ന് പറഞ്ഞപ്പോഴാണ്, ചങ്ക് തുറന്ന് കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും തന്നെ കാര്യം മനസ്സിലായി. ഞാൻ അത്ര ഡീറ്റെയിലേക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അവർ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ പോയിട്ടുമല്ലോ. ഞാൻ കുറച്ച് സോയിലായിരിക്കാനും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇല്ലില്ല, കോൺഗ്രസ് അതിന് കൂടുതൽ വീര്യം ഉണ്ടാവും. കാരണം തെറ്റായ പ്രചരണമാണ്. CPM-ൻ്റെ ഈ വോട്ട് കച്ചവടമാണ് അല്ലെങ്കിൽ കുതിര കച്ചവടമാണെന്ന് വീണ്ടും വടക്കാഞ്ചേരിയും മറ്റത്തൂരും കൂട്ടി വായിക്കുമ്പം കൂടുതൽ വ്യക്തമാകും. ഞങ്ങൾക്കത് ഒരു പരിക്കുമില്ല ആ കാര്യത്തിൽ. CPM കോൺഗ്രസിൻ്റെ കൂടി സ്വതന്ത്രനായി മത്സരിച്ച ഔസേപ്പിനെ അവരെങ്ങനെയാണ് കൊണ്ടുപോയത്? റാഞ്ചി കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി, സ്വാധീനിച്ചു കൊണ്ടുപോയെന്ന് എങ്ങനെയും പേര് വിളിക്കാമല്ലോ. അല്ലല്ല, കോൺഗ്രസ് ഒരു കോൺഗ്രസ്സുകാരിയായിട്ട് കൈച്ചിഹ്നം കിട്ടാത്തതിൻ്റെ പേരിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ച ടെസ്സിക്ക് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു, BJP-ക്കാർ വോട്ട് ചെയ്തു. ടെസ്സി ജയിച്ചു. കോൺഗ്രസിന് കാലുമാറി ഔസേപ്പിനെ പ്രസിഡന്റാക്കാൻ CPM നടത്തിയ കുൽസിത ശ്രമത്തെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. അതിനെപ്പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതാണ്. ഇല്ലില്ല, സ്ഥാനാർത്ഥി നിർണയം അങ്ങനെയല്ലല്ലോ. അതിൻ്റെ പാറ്റേൺ ഇല്ല, അതിൻ്റെ രീതി ഉണ്ടല്ലോ. അതിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്, അതിൻ്റെതായ രൂപത്തിലാണ്. ഇങ്ങനെ വ്യക്തികൾക്കൊക്കെ അഭിപ്രായം പറയാം. മാർട്ടിന് വേണേ പറയാം സണ്ണി ജോസഫ് മത്സരിക്കണം. ഏതാ വോട്ടർ പട്ടിക? അത്രയും താമസിക്കുന്ന എന്തിനാ? ലോകത്തുള്ള എല്ലാ കാര്യവും അതുൾപ്പെടെ ആര് വേണേ നിങ്ങൾക്ക് ആക്കാം, നിർദ്ദേശിച്ചു. ഉടനെ അതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ഉടനെ നിങ്ങൾ കൂട്ടിച്ചേർത്തതാ, ഉടനെ ഒരിക്കൽ എപ്പോഴും കൂട്ടിച്ചേർത്തതാ. ഞങ്ങൾ എപ്പോഴും അതിന്റെ സാവകാശത്തിൽ സമയമെടുത്ത് നൽകുന്നേ പറയുള്ളൂ. വാക്കുകൾക്ക് അതിന്റെ അർത്ഥമില്ലേ? അല്ലല്ല, ഒരിക്കലും ഡേറ്റ് അതിലൊന്നും ഒരു കമ്മിറ്റഡ്, ദാറ്റ്സ് നോട്ട് എ കോൺട്രാക്ട് അറ്റ് ഓൾ. മനസ്സിലായോ? അല്ല നിങ്ങൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ KPCC പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം വന്നതിന് ശേഷം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അത് രാഹുൽജി ഉൾപ്പെടെ, പ്രിയങ്കാജി ഉൾപ്പെടെ, കർണാടക സർക്കാർ ഉൾപ്പെടെ അവിടുത്തെ ദുരിതബാധിതരെ സഹായിക്കാൻ ഞങ്ങളുടെ എല്ലാ പിന്തുണയും അവർക്ക് നൽകും. സർക്കാർ അതിൻ്റെ തലഭാവം കാണിച്ചു. എണ്ണമൊന്നും ഞാനല്ലോ, അവിടെയൊക്കെ ആൾക്കാരില്ലേ, ഒരുപാട് ആൾക്കാരില്ലേ.
അതിൽ വിജയസാധ്യത കൂടുതലല്ലേ, അതുകൊണ്ട് ആഗ്രഹികളുടെ എണ്ണം കൂടും, സ്വാഭാവികമല്ലേ. UDF ജയിച്ചു വരും എന്നുള്ള നല്ല ഒരു ട്രെൻഡ് രാജ്യത്തുണ്ട്, നാട്ടിലുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നമുക്ക് ഒറ്റയ്ക്ക് പറയാം. പാർട്ടിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ട് പറയും. അതൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ? അതൊക്കെ ചർച്ച ചെയ്തിട്ട് പറയേണ്ട സമയത്ത് പറയും. ഡോണ്ട് ബി ഇൻ എ ഹറി. ഞാനതൊന്നും ഉറപ്പ് കൊടുക്കാൻ മാത്രം ഞാൻ ആരുമല്ലല്ലോ. ഇനി ഇതിനാ ഞാനിങ്ങനെ ഉറപ്പ് കൊടുക്കാം. എന്നോട് എറണാകുളത്ത് നിന്ന് മലയാള മനോരമയുടെ കോൺക്ലേവിന് ചോദിച്ചിരുന്നു, ഗോവിന്ദ മാഷ് ഞാനും ഇങ്ങനെ ഇരിക്കുക. ഗോവിന്ദ മാഷ് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം എന്നോടാ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല. അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ നിർബന്ധം ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങൾ തന്നെ എക്സംഷൻ എനിക്ക് തന്നു. 2011 രമേശ് ചെന്നിത്തല മത്സരിച്ചു, 24 കെ സുധാകരൻ മത്സരിച്ചു. മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല. അല്ലല്ല, അത് മുഖ്യമന്ത്രി തന്നെ പറയട്ടെ. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയിട്ട് എന്തിനാ പോയത്? മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്. അതെ, അപ്പൊ നമ്മളെടുത്ത് പലരും വരില്ലേ. മാർട്ടിൻ ജോർജിനെയും സണ്ണി ജോസഫിനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ കാണാൻ ആളുകൾ വരും, പൊതുപ്രവർത്തകർ. അല്ല, ഹൈ ഉണ്ടെന്നേ. ഹൈ തന്നെ. ആ ഹൈ ഉള്ള ഇടത്തേക്ക് പോകാമല്ലോ. പോകാൻ പാടില്ലെന്നുണ്ടോ? അന്വേഷിക്കേണ്ട യാതൊരു കാര്യങ്ങളും അതിലില്ല. CPM-ൻ്റെയും BJP-യുടെയും സ്വപ്നം പോണിയില്ല. അവരെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും. ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്നൊരാളെ ഹൈക്കമാൻഡ് നിശ്ചയിക്കും. നമുക്ക് ആലോചിക്കാം. ആർക്കറിയാം? അതൊക്കെ നിങ്ങൾ ആരെങ്കിലും വെച്ചതായിരിക്കും. നിങ്ങൾ വടകരയ്ക്ക് പോയിരുന്നു? ആരെങ്കിലും വടകരയ്ക്ക് പോയിരുന്നോ? നിങ്ങളെ മൊബൈൽ ലൊക്കേഷൻ ഒന്ന് പരിശോധിക്കണം. ആ, ഇത് ഞാനല്ല. ആയിക്കോട്ടെ, അവരോടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. ഒന്നും സീറ്റ് ചർച്ചയൊന്നും ആരംഭിച്ചിട്ടില്ല. ബാക്കി 50 ഉണ്ടല്ലോ. സതീശൻ പറഞ്ഞതിന്റെ ബാക്കി 50 ഇല്ലേ? ഏത് രാഹുല്? Now he is out on the party. ആലോചിച്ചിട്ടില്ല. സമയത്താലോചിക്കും. നിങ്ങളല്ലേ ആലോചിക്കുന്നത്? ഞാൻ ആലോചിച്ചു. അതൊന്നും ആലോചിച്ചിട്ടില്ലെന്നേ. ഇല്ലില്ല. കോൺഗ്രസിന്റെ ആവർത്തിച്ച് നിങ്ങൾ എന്നാ പറഞ്ഞാലും ഇത് തന്നെ ഉത്തരം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അതിൻ്റെതായ പ്രൊസീജിയറുണ്ട്. അഖിലേന്ത്യാ കമ്മിറ്റി, സ്ക്രീനിങ് കമ്മിറ്റി നിശ്ചയിക്കും. കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. അവർ യോഗം ചേർന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങളൊരു സംക്ഷിപ്ത ഒരു ചെറിയ ഒരു ലിസ്റ്റ് ഞങ്ങൾ സ്ക്രീനിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കും. അവർ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ എന്നെ പരീക്ഷിക്കണം അധികം. ഞാനായിട്ടൊരു സർവേ നടത്തി, ജനങ്ങളൊരു സർവേ നടത്തി. ജനങ്ങൾ
ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിത് സെമി ഫൈനലാണ്, ഫൈനൽ വരുന്നു എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചെടുത്ത് ജനങ്ങൾ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തി. UDF തന്നെ സംസ്ഥാന ഭരണത്തിലും വരുമെന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ അവസ്ഥ ഞാനിപ്പോ പറയണോ? LDFന്റെ അവസ്ഥ അതൊക്കെ എണ്ണിക്കഴിയും പറയാം. 100 കൂടുതൽ പോകാമല്ലോ, 150 ഇല്ലേ? ആ, നേരിട്ടല്ല. സമരങ്ങളുണ്ട്, തൊഴിലുറപ്പിൻ്റെ സമരമുണ്ട്, ശബരിമല ഇഷ്യൂവിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിനിടയിൽ വോട്ടർ പട്ടിക വിഷയമുണ്ട്, പുതിയ ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണമുണ്ട്. അതൊക്കെ ആലോചിക്കും. മാർട്ടിൻ ജോർജിന് മത്സരിക്കാമല്ലോ. ഇന്നൊന്ന് കഴിഞ്ഞത് ഞാന് നിങ്ങളെ നിരാശരാക്കാൻ പറ്റില്ലല്ലോ. ഒരു സെക്കൻഡ് ജനങ്ങളുടെ സൽബുദ്ധിയെ, ജനങ്ങളുടെ വിവേചനാധികാരത്തെ, വിവേചന ശക്തിയെ ആരും വില കുറച്ച് കാണേണ്ടതില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, CPMന്റെയും മുഖ്യമന്ത്രിയുടെയും BJPയുടെയും സ്വപ്നങ്ങൾ പോണിയില്ല. അവർക്കറിയാം ആരാണ് ശബരിമലയിലെ ഭരണാധികാരികൾ, ആരാണ് കേരളത്തിലെ ഭരണാധികാരികൾ, ആരാണ് ദേവസ്വം മന്ത്രി, ആരാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ. കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയും രാജ്യത്തും കേരളത്തിലും എവിടെയാണ്? പ്രതിപക്ഷത്താണ്. ശബരിമലയിലെ കള്ളന്മാർക്ക് ഒത്താശ ചെയ്ത് ആരാണ്? ഒത്താശ ചെയ്യാൻ കഴിയുന്നത് ഭരണകക്ഷിക്കാണ്. അത് അവരെ പിടിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ പിടിക്കാനുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അവരെ പിടിക്കാൻ നോക്കാം, നമുക്ക് അവരെ പിടിപ്പിക്കാൻ നോക്കാം. ഞങ്ങൾ പറഞ്ഞു, UDFന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ ജനങ്ങളുടെ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ സഹകരണം ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു കോടതിയിൽ കേസെടുക്കുമ്പം യേസോറിന് ഉത്തരേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ചോദ്യം ഞാൻ പറയുന്നില്ല. നിങ്ങളെ ചോദ്യത്തിന് ആവതുണ്ട്. നിങ്ങളെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്നാ? ഒന്നുകൂടെ പറ, ചോദ്യം ആവർത്തിക്ക്. നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്കല്ലേ അറിയാവുന്ന ചർച്ചയെ കുറിച്ച്. UDFലെ കക്ഷികൾക്ക് അവരുടേതായ അഭിപ്രായം നിലനിർത്താം, അഭിപ്രായം ഉണ്ടാകും, അതൊക്കെ ചർച്ച ചെയ്യും. ജനങ്ങളുടെ വോട്ട് അനിർവാര്യമാണ് ജയിക്കാൻ. അത് അവരോട് ചോദിക്കണം. ഇല്ലില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അന്വേഷിക്കേണ്ടെന്ന് ആരെയും പറഞ്ഞോ? എന്തേ അന്വേഷിക്കാത്ത? അതാണോ വിഷയം? വാട്ട് ഈസ് ദ റിലവൻറ്റ് ഇഷ്യൂ ഹിയർ? എന്താ ഇഷ്യൂ? എന്താ? ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കൊണ്ടുപോയതാണ്. മിനിഞ്ഞാന്നും പോലീസ് കൊടുത്തിട്ടുള്ള കസ്റ്റഡി ആപ്ലിക്കേഷനിൽ എന്താ? നമ്മൾ വിചാരിച്ച ധാരപാലക ശില്പങ്ങളോ കട്ടിലപ്പൊടിയോ വാതിൽപ്പൊടിയോ അല്ല, എല്ലാം അടിച്ചു മാറ്റി. അതാ വിഷയം. അത് അടിച്ചു മാറ്റാൻ ആരാ സഹായിച്ചത്? ആരാ ജയിലിൽ കിടക്കുന്നത്? അവരെന്താ പാർട്ടി ഒന്ന് നുള്ളി നോവിക്കാത്തത്? അവരെ അധികാരത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയല്ലേ? അതാണ് വിഷയം കേട്ടോ. ആ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ആര് വിചാരിച്ചാലും അത് അവർക്ക് തന്നെ തിരിഞ്ഞു കുത്തും.
ബ്ലാക്ക് മാർക്ക് എപ്പോഴാണ് വന്നേ? എല്ലാവർക്കും ഇപ്പം ഞങ്ങളെ എത്ര പേര് കാണുന്നുണ്ട്? മുഖ്യമന്ത്രി എത്ര പേര് കാണുന്നുണ്ട്? രാഷ്ട്രീയ നേതാക്കന്മാരെ എത്ര പേര് കാണുന്നുണ്ട്? നിങ്ങൾ വന്ന് മാധ്യമങ്ങളെ കാണുന്നില്ലേ? എല്ലാവരെയും മാർക്ക് നമ്മൾ പരിശോധിച്ചിട്ടാണ്, വെദർ ഇറ്റ് ഈസ് ബ്ലാക്ക് ഓർ വൈറ്റ്. നിങ്ങൾ ചോദിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞ് നിങ്ങളെ മുമ്പിൽ പറയുന്നത് ഞാൻ കേട്ടു. അന്വേഷിക്കാൻ നമുക്ക് ആലോചിക്കാം. ശരി, വേറെ എല്ലാവർക്കും പുതുവത്സരാശംസ.